ഒരു ബന്ധവുമില്ല. നമുക്കറിയാമല്ലോ, രാഷ്ട്രീയ നേതാക്കന്മാരെടുക്കൽ പലരും ഫോട്ടോ എടുക്കാൻ വരും. അത്ര ബന്ധം. നമ്മളിപ്പം നടന്നു പോകുമ്പോൾ എത്ര പേര് ഫോട്ടോ എടുക്കും? അത് അവരെന്തെങ്കിലും കുറ്റം ചെയ്താൽ നമ്മൾ കുറ്റക്കാരാവുമോ? ഇതൊക്കെ വെറുതെ ആളുകൾ CPM എത്തിയിരിക്കുന്ന അപജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സോണിയാഗാന്ധിയുടെ പേര് പറയുന്നത്. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. CPMൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളുടെ ഒരു അംശം മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പണം വെട്ടിക്കുക, സൊസൈറ്റിയിൽ നിന്ന് ചതുപ്പ് നിലമെടുക്കുക, ഇങ്ങനെയുള്ള ധാരാളം അഴിമതി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം. പുറത്ത് കൊണ്ടുവന്ന ആളുടെ പേര് ശാസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശ്രീ കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഇത് പറഞ്ഞതിന് പേര് അദ്ദേഹത്തെ ശാസിക്കുന്നു. തന്നെയുമല്ല, ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് CPMൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണത്തിൻ്റെ തണലിൽ ഗുരുതരമായ അഴിമതികളാണ് ഓരോ തലങ്ങളിലും CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ പയ്യന്നൂരിൽ നടന്ന സംഭവം. മുഖ്യമന്ത്രിക്കടക്കം വിവരം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിക്കും ഒക്കെ വിവരം ഉണ്ടായിട്ടും ഒരു നടപടി എടുത്തില്ലെന്നാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇത്. ഒരിടത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇത് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പം തന്നെ വയനാട്ടിൽ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട സംഭവം, ബ്രഹ്മഗിരി, എത്ര വലിയ അഴിമതിയാണ്. ബ്രഹ്മഗിരിയിൽ കോടികൾ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് അതിനെപ്പറ്റി ആരും സംസാരമില്ല. ഇത് ഭരണത്തിൻ്റെ തണലിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൻ അഴിമതിയാണ്. ഇതിനെ ശക്തമായ നടപടികൾ ഉണ്ടായേ മതിയാകൂ. ഒരു സംശയവും ഈ കാര്യത്തിലില്ല. ശ്രീ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതും ഒരു MLAയുടെ പേരിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇത് സത്യത്തിൽ പോലീസ് FIR ഇട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി അടക്കം തീരുമാനിക്കേണ്ടതില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി പോകണം എന്നുള്ളൊരു സന്ദേശമാണ് ഇന്നത്തെ. അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. കോൺഗ്രസിന് അങ്ങനെ ഒരു സിസ്റ്റമില്ല. നേരത്തെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിൽ പോകുന്ന ഒരു രീതി കോൺഗ്രസിന് ഇല്ല. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തീരുമാനിക്കും. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയുടെ പേര് രാഹുൽ ഗാന്ധി അസ്വസ്ഥത പ്രകടിപ്പിച്ചുവെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സംസ്ഥാന നേതാക്കളോടാണ് ആ അസ്വസ്ഥത. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കൊക്കെ എവിടെ നീ വാർത്ത കിട്ടുന്നു? ഈ സ്വർണ്ണക്കൊള്ള കേസിൽ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയും സോണിയാഗാന്ധി തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമാണെന്ന് ശിവൻകുട്ടി ഇന്ന് ആവശ്യപ്പെട്ടു. ഒരു ബന്ധവുമില്ല. നമുക്കറിയാമല്ലോ, രാഷ്ട്രീയ നേതാക്കന്മാരെടുക്കൽ പലരും ഫോട്ടോ എടുക്കാൻ വരും. അത്ര ബന്ധം. നമ്മളിപ്പം നടന്നു പോകുമ്പോൾ എത്ര പേര് ഫോട്ടോ എടുക്കും? അത് അവരെന്തെങ്കിലും കുറ്റം ചെയ്താൽ നമ്മൾ കുറ്റക്കാരാവുമോ? ഇതൊക്കെ വെറുതെ ആളുകൾ CPM എത്തിയിരിക്കുന്ന അപജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സോണിയാഗാന്ധിയുടെ പേര് പറയുന്നത്.